വാളയാർ കേസിൽ ഒരു അലവലാതി തള്ളയുടെ ക്രയവിക്രയങ്ങളുടെ യഥാർത്ഥ രേഖ CBI റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അവരോടൊപ്പം വിചാരണ ചെയ്യപ്പെടേണ്ട മറ്റു ചിലർ കൂടിയുണ്ട്. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മാതാപിതാക്കളുടെ ഒത്താശയോടെയാണെന്ന് CBI കുറ്റപത്രം. മക്കളുടെ മുന്നിൽ വെച്ച ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഇളയ കുട്ടിയെ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയതും അമ്മയുടെ അറിവോടെയാണെന്നും CBI കണ്ടെത്തി. കേരളത്തിൻ്റെ സമൂഹത്തെ മലിനമാക്കുന്ന ചില അലവലാതി നിരീക്ഷകർ കൂടി, ഒപ്പം ചില മാപ്ര ഭജന സംഘവും. വൈകിട്ടത്തെ അന്തിച്ചർച്ച കച്ചവടത്തിൽ ചില ഭജന സംഘം, അതും നേരത്തെ പറഞ്ഞതുപോലെ അലവലാതി നിരീക്ഷകരുടെ പട്ടികയിൽപ്പെടുത്താം. അതിനെ MN കാരശ്ശേരി എന്ന് വിളിക്കാം, CR നീലകണ്ഠൻ എന്ന് വിളിക്കാം, ശങ്കരൻ വക്കീൽ എന്ന് വിളിക്കാം, ശ്രീജിത്ത് പണിക്കർ എന്ന് വിളിക്കാം. ഇങ്ങനെ പല പല മുഖങ്ങൾ ആ നിരീക്ഷക അലവലാതി പട്ടികയിൽപ്പെടും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്രയും നെറികെട്ട, നീതികെട്ട, സ്വന്തം 8ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചോമനകളെ സമൂഹത്തിലെ ചില നരാധമന്മാർക്ക് എറിഞ്ഞുകൊടുത്ത സ്ത്രീയെ തലയിൽ പേറി നടന്നവരെ എന്ത് വിളിക്കണം? സ്വാഭാവികമായി നാറിയതിനെ പേറിയതാണെങ്കിൽ ആ പേറിയവരും ഏത് ഗണത്തിൽപ്പെട്ടവരായിരിക്കും? എന്തൊക്കെയായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്? ആ സ്ത്രീയെ ഉയർത്തിക്കൊണ്ടും ആ 2 കുഞ്ഞുങ്ങളുടെ എങ്ങനെ ആ മാതാവ് എന്ന പേരിൽ ഇവർ ആഘോഷിച്ചു കൊണ്ട് നടന്ന, തലമുണ്ടനം ചെയ്യിച്ചപ്പോൾ പോലും അവരുടെ മുന്നിൽ കണ്ണീരൊഴുക്കി നിന്ന 2 സ്ത്രീകൾ കൂടിയുണ്ട്, KK രമയും ഉമാ തോമസും. ഇവരെല്ലാം കൂടി ചേർന്ന് രാഷ്ട്രീയ ഹൈജാക്ക് ചെയ്ത ഒരു സ്ത്രീയെ ചെയ്ത പ്രവൃത്തി എന്താണ്? ആ റിപ്പോർട്ട് വായിച്ചാൽ മനുഷ്യരായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് രക്ഷിതാവായിട്ടുള്ളവർക്ക് ആ സ്ത്രീയെ ചിലപ്പോൾ സഭ്യമായ വാക്കുകൊണ്ട് സംബോധന ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ ഇത്രയും കാലം ചിലർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. കെട്ടിപ്പുണർന്നു, ചേർത്ത് പിടിച്ചു, സങ്കടങ്ങൾ വളഞ്ഞു നിന്ന് കണ്ണീരൊപ്പിക്കൊടുത്തു. ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വേണ്ടി എറിഞ്ഞുകൊടുത്ത തള്ള, ആ തള്ളയ്ക്ക് കൂട്ടുപിടിച്ചവർ, അതിൽ ഈ നിരീക്ഷക പരിവേഷത്തിൽ അവരെ കൊണ്ട് നടന്ന് സമരം ചെയ്ത ആ നാറിത്തരങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ സമൂഹം തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. ഉള്ളിൽ ഇടതുവിരുദ്ധത പേറിക്കൊണ്ട് ഏതൊരു വിഷയവും വന്നാൽ അവർ പ്രത്യേക പട്ടമെടുത്ത് ചാർത്തും. സാമൂഹിക നിരീക്ഷകൻ, സാമൂഹിക പരിഷ്കർത്താവ്, ഇങ്ങനെ പല പല പട്ടങ്ങളിൽ നടക്കുന്നവന്മാർ ഏത് തരം മനോരോഗികളാണ്, ഏത് തരം ഞരമ്പ് രോഗികളാണ് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ആ സ്ത്രീയെ ഈ പറയുന്ന നിരീക്ഷക ഞരമ്പന്മാർ സ്വയം പോയി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഈ നാടിനെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അങ്ങനെ വിശ്വസിക്കാനും ചിലപ്പോൾ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ചിലപ്പോൾ ഉത്തരവാദിത്തമുണ്ടാകും. കാര്യം ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞുകൂട്ടിയ കഥകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇത്രയും നെറികെട്ട, വൃത്തികെട്ട ഒരു സ്ത്രീയെ മാതാവ് എന്ന പേരിൽ കൊണ്ട് ആഘോഷിച്ചെങ്കിൽ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുട്ടി ഉടുപ്പുകളെ നിങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സന്ദേശം? അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ഈ നാട്ടിൽ നിരീക്ഷക വേഷത്തിൽ നടക്കുന്ന ചില മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ എറിയേണ്ടവരാണ്. അവരുടെ വാക്കുകൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്നവർ മനസ്സിലാക്കുക, ഏത് വിഷയത്തിലും അതിൻ്റെ മെറിറ്റോ അതിൻ്റെ സത്യാവസ്ഥയോ അല്ല അവർക്കറിയേണ്ടത്. ആ 2 കുരുന്നുകളുടെ ആത്മാവ് ഇവരോട് പൊറുക്കുമെന്നാണോ? ഇത്രയും കാലം ആ 2 കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ വിളിച്ചു കൂവിയത്? ഈ നരാധമയായ ഒരു സ്ത്രീയെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ട പണം എത്തിച്ചുകൊണ്ട് അവർ ചേർത്ത് പിടിച്ചു. എന്ത് പ്രവൃത്തിയെ? സ്വന്തം പെൺമക്കളെ കഴുത്തിൽ കുരുക്കുമുറുക്കാൻ പ്രേരിപ്പിച്ച, അതിനുവേണ്ടി എറിഞ്ഞുകൊടുത്ത, അതിനുവേണ്ടി അവർ ഈ സമൂഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ച ഇവരെയൊക്കെ പിന്താങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ മാലിന്യങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇവർക്ക് വിഷയം ഒരു ജീവനുമല്ല, നീതിയുമല്ല. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ നാട്ടിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന നെറുകെട്ട പ്രവർത്തനത്തിൻ്റെ നിലവാരം ഏത് തരത്തിലാണെന്ന് തുറന്നു കാട്ടപ്പെട്ട സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്.